ഹായ് ഹലോ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചൗമീൻ. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, ക്യാബേജ്, സവാള, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കവും ഇടാമേ. പിന്നെ നമുക്ക് വേണ്ട സോസുകൾ ചില്ലി, ഗ്രീൻ ചില്ലി, സോയാ സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ നമുക്ക് വലിയ നൂഡിൽസ് വേണം. നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട നൂഡിൽസ് വേവാൻ വേണ്ടി, ഒരു 6-7 മിനിറ്റ് മതി. ഇനി നമുക്ക് ലേശം വെള്ളം ചൂടാക്കാം. വെള്ളം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ലേശം ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 6-7 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യും. നൂഡിൽസ് ഒരുപാടങ്ങ് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങ് കുഴഞ്ഞ രൂപത്തിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് പകുതി ഒരു വേവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. വെന്ത നൂഡിൽസ് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകരുതല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം വാർന്ന് എടുത്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാരറ്റും ക്യാബേജും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുവേ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇതിൻ്റെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ. ക്യാരറ്റും ക്യാബേജും ഒന്നും ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട, ഒരു പകുതി വേവ് മതിയേ. അത് കഴിഞ്ഞതിന് ശേഷം ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ഇനി നമുക്ക് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇത്തരം സോസുകളാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. സോയാ സോസിൽ പുളിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടേതായ അനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. പുളി ഒത്തിരി വേണ്ടവരുണ്ട്, വേണ്ടാത്തവരൊക്കെ കാണുമല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ സോസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം ആട്ടോ നമ്മുടെ ചൗമീൻ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.